വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ യാഹൂ ഫിനാൻസിൻ്റെ വെബ്സൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുമാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാഹൂ ഫിനാൻസിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പായിരുന്നു. അന്നത് യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവരായിരുന്നു ആദ്യമായിട്ട് സ്റ്റോക്ക് പ്രൈസിൻ്റെ ഡേറ്റ റിയൽ ടൈം ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് മണി കൺട്രോൾ പോലും 5-10 മിനിറ്റ് വൈകിട്ടാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് കാണിച്ചുകൊണ്ടിരുന്നത്. സോ അന്ന് നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ TV ചാനൽ വെച്ച് നോക്കിയാൽ മാത്രമേ ഒരു സ്റ്റോക്കിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള പ്രൈസ് കിട്ടത്തുള്ളായിരുന്നു. സോ ആ സമയത്താണ് യാഹൂ ഫിനാൻസ് റിയൽ ടൈം ആയിട്ട് ഡേറ്റ കാണിച്ചു തുടങ്ങിയത്, അതും ഇന്ത്യൻ മാർക്കറ്റിൽ. അന്ന് അവർ US മാർക്കറ്റിൽ മാത്രമായിരുന്നു ശരിക്കും യാഹൂ ഫിനാൻസ് ഭയങ്കര പോപ്പുലറായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തപ്പോഴും ഇന്ത്യയിലെ കമ്പനികളുടെ എല്ലാം തന്നെ റേറ്റ് അവർ റിയൽ ടൈം ആയിട്ട് കാണിച്ചു തുടങ്ങിയായിരുന്നു. അതുകൂടാതെ യാഹൂ ഫിനാൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പോർട്ട്ഫോളിയോ മാനേജറും ആക്ച്വലി നല്ലതായിരുന്നു. കാരണം അത് നമുക്ക് ഒത്തിരി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ യാഹൂ ഫിനാൻസിൻ്റെ പോർട്ട്ഫോളിയോ മാനേജറാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് യാഹൂ ഫിനാൻസിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതിലിപ്പം ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പുതിയ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് ക്രിയേറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരൊരു പോപ്പപ്പ് കാണിക്കും. അതിനകത്ത് നമുക്ക് പോർട്ട്ഫോളിയോയുടെ പേര് കൊടുക്കാം. എന്നിട്ട് അത് ഏത് കറൻസിയിലാണെന്നുള്ളതും സെലക്ട് ചെയ്യുക. ഇതാണ് ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത പുതിയ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് സിമ്പിൾസ് ആഡ് ചെയ്യും. സോ അതിൽ ഞാനിപ്പം ഇൻഫോസിസ് ആണ് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇൻഫോസിസ് ഞാൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സിമ്പിളും കാണിക്കുന്നുണ്ട്, NSEയിലുള്ളതും കാണിക്കുന്നുണ്ട്. ഞാനിപ്പം NSEയിൽ ക്ലിക്ക് ചെയ്തു, അത് ആഡ് ചെയ്തു. ഇനി ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ലാർസൻ എന്ന് സെർച്ച് ചെയ്തു. അത് തന്നെ വേറെ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. NSEയുടെ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ അത് കൂടാതെ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ സെർച്ച് ചെയ്തിട്ട് അതിനെ ഞാൻ ആഡ് ചെയ്തു. സോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിൾസ് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെനിക്ക് കസ്റ്റമൈസ് ചെയ്യണം. അതിനാണ് ഞാൻ ലോട്ട് ആഡ് ചെയ്യുന്നത്. സോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തന്നെയാണ്. ഞാൻ ഏത് ഡേറ്റിനാണോ വാങ്ങിച്ചത് അത് ആഡ് ചെയ്യുക. ഞാനിപ്പം ഓഗസ്റ്റ് 1 ആഡ് ചെയ്തെങ്കിൽ അന്നത്തെ ഡേറ്റ് ഞാൻ ആഡ് ചെയ്തു. ഒരു 10 ഷെയർ ആഡ് ചെയ്തു. ഒരു 1800 രൂപയ്ക്കാണ് വാങ്ങിച്ചതെങ്കിൽ അത് ആഡ് ചെയ്തു. അതിന് റേറ്റ് ചെയ്ത് നോട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കതും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഞാൻ അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും അത് തന്നെ വാങ്ങിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 8 ഞാൻ 10-ാം തീയതി എഗെയിൻ ഒരു 20 ഷെയർ വാങ്ങിച്ചെന്ന് വിചാരിച്ചു. അതൊരു 1700 അത് ഞാൻ ആഡ് ചെയ്തു. സോ ആ ഡീറ്റെയിൽസും ഇവിടെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സോ യാഹൂ ഫിനാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലോട്ടെല്ലാം ഇൻഡിവിജ്വലി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പെർസെൻറ്റേജ് ഗെയിനും കാണാൻ പറ്റും. ഇതെന്നിട്ട് റിയൽ ടൈം ആയിട്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ പിന്നെയും ആഡ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു വ്യൂ കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു രീതിയിലൊരു പ്രസൻറ്റേഷനാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അതുകൂടാതെ യാഹൂ ഫിനാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ ഹോൾഡിങ്സ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്തപ്പോഴും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റയാണ് കാണിക്കുന്നത്. സോ അതുകൂടാതെ ഇപ്പം എനിക്ക് തന്നെ ഒരു വ്യൂ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പുതിയൊരു വ്യൂ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ അകത്ത് എനിക്കിഷ്ടമുള്ള ഡേറ്റയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പം Onevestor എന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ടാക്കുക. അതിലിപ്പം ഏതൊക്കെ ഫീൽഡ് കാണിക്കണം എന്നുള്ളത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം സിമ്പിൾ, കമ്പനി നെയിം, അതുപോലെ 52 വീക്ക് ഹൈ, ലോ, ഇപ്പം EPS എല്ലാത്തിൻ്റെ അവൈലബിൾ ആയിരിക്കത്തില്ല. പക്ഷേ നമുക്ക് ആവശ്യമുണ്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൂടാതെ മൂവിങ് ആവറേജ് കാണണമെങ്കിൽ അത്, ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ റിലേറ്റഡ് കുറച്ച് ഡേറ്റ. സോ നമുക്ക് വേണ്ട ഡേറ്റ എല്ലാം ആഡ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നമുക്കൊരു പോർട്ട്ഫോളിയോയുടെ വ്യൂ മാത്രമല്ല കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം എൻട്രി ചെയ്തിരിക്കുന്ന സിമ്പിൾസിനെ നമുക്ക് ആക്ച്വലി റീഓർഡർ ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്തിരിക്കുന്നതിൽ ഹിന്ദുസ്ഥാൻ ലീവർ എനിക്കിപ്പം അവസാനമാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്ട് ചെയ്യാൻ മതി. എന്നിട്ട് സേവ് ചെയ്താൽ എനിക്ക് അത് ഓർഡർ ചെയ്യാനും പറ്റും. ഈ ഒരു ഫീച്ചർ മണി കൺട്രോളിനും അങ്ങനെയുള്ള വെബ്സൈറ്റ്സിലൊന്നും ആക്ച്വലി അവൈലബിൾ അല്ല. ഞാൻ യാഹൂ ഫിനാൻസ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് എനിക്ക് കുറച്ച് സ്റ്റോക്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കും ആവാം, ഹോൾഡ് ചെയ്യാത്ത സ്റ്റോക്കും ആവാം. യാഹൂ ഫിനാൻസിൻ്റെ പോർട്ട്ഫോളിയോ മാനേജറും ന്യൂസ് പേജും മാത്രമല്ല നല്ലത്, അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ പേജും ആക്ച്വലി യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് റിലേറ്റഡ് ഡേറ്റയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും 52 വീക്ക് ഡേറ്റയും അതുപോലെ വോളിയം, ഇതെല്ലാം ആവറേജ് വോളിയം ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോ സ്റ്റോക്ക് എടുക്കുമ്പം അത് റിലേറ്റഡ് ന്യൂസും അതിൻ്റെ താഴെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഡേറ്റയും ഫൈനാൻഷ്യൽസ് ഒക്കെ യാഹൂ ഫിനാൻസിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആക്ച്വലി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റാണ് യൂസ് ചെയ്യാറ്. കാരണം അതിലെ ഡേറ്റ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So goodbye until the next episode.